ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു സാധാരണ വീഡിയോ അല്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് വരും. യൂണിവേഴ്സ് ഇപ്പോൾ എന്നെ കേൾക്കുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും. നിങ്ങൾ ഇതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പരിശ്രമിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ റിച്വൽ ചെയ്യുന്നു, പക്ഷേ റിസൾട്ട് ഇല്ല. യൂണിവേഴ്സ് എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 11/11 പോർട്ടൽ ഓപ്പണിംഗ് ആണ്. ഇന്നത്തെ ഡേറ്റ് 11/1/26 ആണ്. ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫ് ഡയറക്ഷൻ തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന പവർഫുള്ളായ ഒരു ദിവ്യമായ ഒരു ദിവസം തന്നെയാണ്. പക്ഷേ അവസാനം വരെ കാണാത്തവർക്ക് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് തന്നെ ആയിരിക്കും. എന്താണ് 11/11 എന്നത്? എന്താണ് 11/11 എന്നത്? വെറും നമ്പർ അല്ല. 11 എന്ന് പറയുന്നത് മാസ്റ്റർ നമ്പറാണ്. അവേക്കനിങ്, അലൈൻമെന്റ് ആൻഡ് ഡിവൈൻ സിഗ്നൽ, ഇതാണ് ഇതിന്റെ മീനിങ്. നിങ്ങൾ പലപ്പോഴും 11/11 കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുകയാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? കാൾ വരുന്നു, പക്ഷെ നമ്മൾ പിക്ക് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ആ ഒരു യൂണിവേഴ്സിന്റെ വിളിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് 11/1/26 ഈ തീയതി പ്രത്യേകമാകുന്നത് എന്തുകൊണ്ടാണ്? 11/1/26 1 എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്. 2 എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ്. 6 എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി പ്ലസ് ഡെസ്റ്റിനിയാണ്. ഇതാണ് 11/1/26 പ്രത്യേകമാവുന്നത്. ഇതൊക്കെ ചേർന്നാൽ എന്താണ്? ഒരു കാർമിക് റീസെറ്റ് ഡേറ്റ് ആണ് ഉണ്ടാവുന്നത്. ഈ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? പഴയ ബ്ലോക്കുകൾ എല്ലാം ഒഴിവാക്കാം. ഇന്നർ ക്ലാരിറ്റി നമുക്ക് വരും. മണി ആൻഡ് പർപ്പസ് സീഡ് പ്ലാന്റ് ചെയ്യും. ഓക്കെ, മണി ആൻഡ് പർപ്പസ് സീഡ് പ്ലാന്റ് ചെയ്യും. അടുത്തത് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ കാരണം? യൂണിവേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതല്ല, നമ്മൾ കോൺട്രാഡിക്ഷണറി സിഗ്നൽസ് അയക്കുന്നു. ഉദാഹരണമായി, എനിക്ക് പണം വേണം, ബട്ട് ഇൻസൈഡ് ഫിയർ എന്താണ്? എനിക്ക് പണം വരുന്നില്ല, എനിക്ക് വരാനുള്ള ഒരു മാർഗവുമില്ല. ഇന്നൊക്കെ ഒരു ഫിയർ ഉണ്ടെങ്കിൽ അതൊരിക്കലും പണം നമ്മളുടെ ഉള്ളിലോട്ട് വരില്ല. യൂണിവേഴ്സ് തന്നെ ആകെ സംശയത്തിലാകും. സിഗ്നൽ ക്ലിയർ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഡിലേ ആവും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സിഗ്നൽ നോക്കിയാൽ അതെല്ലാം എന്തായിരിക്കും? മാനിഫെസ്റ്റേഷൻ ഡിലേ ചെയ്യും. അടുത്തത് 11/11 പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ പോർട്ടൽ സമയത്ത് തോട്ട്സ് എന്ന് പറയുന്ന സീഡ്സ് ആണ്, ഇമോഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആണ്, അതുപോലെ ബിലീഫ് എന്ന് പറയുന്നത് വാട്ടർ ആണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതുകൊണ്ടാണ് ഈ സമയം നെഗറ്റീവ് ചിന്ത ഡേഞ്ചറസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയിട്ട് ഇത് ചെയ്യാൻ പാടുകയുള്ളൂ. അതുപോലെ 11/11 പോർട്ടൽ റിച്വൽ എന്താണെന്ന് നോക്കാം. സമയം രാവിലെ ഒന്നുകിൽ 11:11 AM അല്ലെങ്കിൽ നൈറ്റ് 11:11 PM ആണ് നമ്മളിത് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ശാന്തമായിട്ടിരിക്കുക, ഫോൺ സൈലന്റിലാക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് പറയുക, ഞാൻ സേഫ് ആണ് എന്ന് ഉറക്ക മനസ്സിൽ പറയുക. ഒരു പേപ്പറിൽ 1 മാത്രം എഴുതുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മണിയാണോ, പീസാണോ, ക്ലാരിറ്റി ആണോ, ഹീലിംഗ് ആണോ? ഇതിലേതായി വേണ്ടതെന്ന് വ്യക്തമായി എഴുതുക. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പവർഫുൾ അഫർമേഷൻ ആണ്. യൂണിവേഴ്സ്, ഞാൻ റെഡിയാണ് റിസീവ് ചെയ്യാൻ. എൻ്റെ ഇൻറ്റൻഷൻ ഡിവൈൻ ടൈമിങ്ങിൽ ഈസിയായി മാനിഫെസ്റ്റ് ആവട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ്, ഞാൻ റെഡിയാണ് റിസീവ് ചെയ്യാൻ. എൻ്റെ ഇൻറ്റൻഷൻ ഡിവൈൻ ടൈമിങ്ങിൽ ഈസിയായി മാനിഫെസ്റ്റ് ആവട്ടെ എന്ന് പറയുകയാണ്. അതുപോലെ 11 സെക്കൻഡ് കണ്ണടച്ച് സൈലൻസിലിരിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് ഒരു പവർഫുൾ അഫർമേഷനാണ്. നമുക്ക് എല്ലാത്തിനും വേണ്ട ഒരു ക്ലാരിറ്റി ലഭിക്കും. ഓക്കെ,
അതുപോലെ ഇന്നത്തെ 11:11 പോർട്ടൽ അഫർമേഷനാണ്. ഐ ആം അലൈൻഡ് വിത്ത് ഡിവൈൻ ടൈമിംഗ്. യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. മണി ഫ്ലോ എൻ്റെ ലൈഫിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ വർത്തിയാണ്, ഞാൻ റിസീവ് ചെയ്യാൻ. ഞാൻ വർത്തിയാണ്, ഞാൻ റിസീവ് ചെയ്യാൻ എന്നിങ്ങനെ പറയുക. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് 11:11 AM അല്ലെങ്കിൽ 11:11 PM നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തിരഞ്ഞെടുത്തിട്ട് അത് 11 പ്രാവശ്യം എഴുതുക. ഓക്കെ, ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇന്ന് 11 പ്രാവശ്യം 11:11 AM 11:11 PM എഴുതുക. എന്നിട്ട് 11 പ്രാവശ്യം എഴുതുക. ആ ആഗ്രഹം സാധിച്ചതായിട്ട് ഇപ്പോൾ എനിക്കൊരു ജോലി ലഭിച്ചു എന്നത് എനിക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി വിത്തിൻ 2 months എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി എന്ന് എഴുതുക. മനസ്സിലായോ? ഇങ്ങനെ 11 ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നമ്മളത് നമ്മുടെ മനസ്സിൽ കാണുക. നമ്മൾ അതിനു വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുക. 11:11 AM ഓർ 11:11 PM. മറക്കരുത്, ടൈം ഒരിക്കലും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ അഫർമേഷൻസ് പറഞ്ഞു. നമ്മൾ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടത് ഒരിക്കലും കോയിൻസിഡൻസ് അല്ല, യാദൃച്ഛികമല്ല. 11:11 പോർട്ടൽ നിങ്ങളെ ആൾറെഡി സെലക്ട് ചെയ്തു എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. 11:11 റെഡി, ഐ ആം റെഡി ടു റിസീവ്, ഐ ആം റെഡി ടു റിസീവ് എന്നിങ്ങനെ പറയുക. ഈ കമന്റ് എഴുതുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു സിഗ്നൽ ആക്ടിവേറ്റ് ആകും. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം യൂണിവേഴ്സ് സപ്പോർട്ടീവ് ആണോ, നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലോട്ടും ഇതെല്ലാം എത്തട്ടെ. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഈ 11:11 പോർട്ടൽ ഓപ്പൺ ആയാൽ എല്ലാവർക്കും സെയിം റിസൾട്ട് കിട്ടില്ല. റീസൺ നെക്സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ഇത് വർക്കാവുള്ളൂ. അങ്ങനെ ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഓരോരുത്തർക്കാണ് വർക്കാവുന്നത്. അപ്പം നിങ്ങൾ ഏതാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻഡ് മെസ്സേജിൽ കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ആയുസ് ആരോഗ്യത്തോടെ സുഖത്തിൽ യൂണിവേഴ്സ് ബ്ലെസ്സിങ്സിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.